ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ എൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പുനലൂർ പോവാണ് ജെമിനി സർക്കസ് കാണാൻ. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, അമ്മൂസിന് പനിയായിരുന്നു. ഇന്ന് ഫസ്റ്റിൽ തന്നെ അമ്മൂസിനെ ഡോക്ടറെ ഒന്ന് കാണിക്കണം. അതിനുശേഷമാണ് നമ്മൾ ജെമിനി സർക്കസ് കാണാനാണോ പോകേണ്ടത് അതോ മൂവി കാണാനാണോ പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. എന്തായാലും രണ്ടും പോകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റിൽ ഏത് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് വൈകി കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശന്നു, 1 മണിയൊക്കെ ആയി കാണും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് പുനലൂർ ലെമൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. വന്നിട്ടുണ്ടോ അമ്മു ഇതിനു മുമ്പ്? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം വന്നിട്ടില്ല, അതിനു മുമ്പാ, 2 വർഷത്തിന് മുമ്പ്. കുഞ്ഞിന് ഒരു ആവശ്യം ഒന്നും പറയത്തില്ല, ചക്കരത്തില്ല. നല്ല മുത്തമ്മേ പറയൂ, ടാറ്റു അടിച്ചാൽ എത്ര രൂപയായി? ടാറ്റു അടിക്കാൻ എത്ര? 8,000 അല്ലേ? ഒരു ടാറ്റുവിനാണോ മൊത്തം കൂട്ടിയോ? ഒരു ഐക്യം എടുക്കാനുള്ള പൈസയായി. നീ അടിക്കുന്നുണ്ടോ ടാറ്റു? അടിച്ചിട്ട് പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഗൈസ് കണ്ടോ, പച്ച ഐസ്ക്രീം എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. ബദാമല്ലേ? ഡ്രസ്സില്ലല്ലോ. ചോക്ലേറ്റ് വാങ്ങിച്ചൂടായിരുന്നു? ഷോപ്പിൽ ഇവിടെ നമ്മളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ജെമിനി സർക്കസിന് പോവണ്ട, കൊള്ളില്ല എന്നാണ് നമ്മുടെ വീട്ടിൽ പോകുന്നതായിരിക്കും ഗൈസ്. ഇവർക്കൊന്നും സർക്കസ് കാണാൻ താല്പര്യമില്ല കേട്ടോ. അമ്മൂസിന് താല്പര്യം ഉണ്ടോ? ആർക്കൊക്കെ താല്പര്യമുണ്ട് സർക്കസ് കാണാൻ? അമ്മൂസിനോ? നമ്മളങ്ങനെ സിനിമ കാണാൻ വന്നിരിക്കുന്നത് തായലക്ഷ്മിയിലാണ്. ഏത് സിനിമയാണ് കാണുന്നത്? സംഭവം ആദ്യം. ഇപ്പോഴത്തെ സിനിമയുടെ പേരുകൾ പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ ഗൈസ്. ഒരു ഇൻട്രസ്റ്റും ഇല്ല. കണ്ടാലും നാളെ ആകുമ്പോ ഞാൻ മറന്നും പോകും. വെറുതെ കാണോ? നിങ്ങളൊക്കെ ഓർത്തിരിക്കാറുണ്ടോ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ? ഇതിന് കാണുന്നേ പണ്ടത്തെ സിനിമകളൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. എത്ര വർഷമായാലും. ഇവിടെ ഭയങ്കര വാദപ്രതിവാദങ്ങള് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചു പേർക്ക് സിനിമ ഉണ്ട്, അത് കുറച്ചു പേർക്ക് സർക്കസ് കാണാൻ പോണം. കുറച്ചു പേരല്ലേ മൊത്തം ഇല്ലേ? എനിക്കൊന്നും ഇവിടെ ഇനി സർക്കസ് എല്ലാം കണ്ടോ കൂട്ടുകാരിയുടെ കൂടെ കാണാൻ പോയി. അതുകൊണ്ടാന്ന് എനിക്ക് ഇനി കാണണ്ട. നിനക്ക് നേരത്തെ കാണാനായിരുന്നു. സിനിമ കാണാൻ എനിക്ക് ഇഷ്ടം. രസവാ.
തൂക്കുപാലത്തിനെ കുറിച്ച് ആരെങ്കിലും പണ്ട് ബ്രിട്ടീഷുകാർ 40 ആന ഒറ്റയടിക്കുന്ന കയറ്റിയിട്ട് ഇറങ്ങിയതാ. 40 ആന കയറ്റി ഇറക്കി. അതിന്റെ ബലം ഉണ്ടെന്ന് കാണിക്കാനാണ്. പാവ 40 ആനകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ. സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾക്കൊന്നും സർക്കസ് കാണാൻ ഞങ്ങൾക്ക് സർക്കസ് ഇല്ല അവിടെ. കുറെ നേരമായി. എന്തായാലും അവിടെ എന്തോ സംഭവം നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ എന്തായാലും 1 hour ടൈം ഉണ്ട് മൂവി തുടങ്ങാൻ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് സർക്കസ് എന്താണ് അതിന്റെ ഒരു എൻട്രൻസ് ഒക്കെ എങ്ങനെയാ? നമ്മള് മറ്റേ ഹാപ്പി ഡോറെ പോയില്ലായിരുന്നു, അതേപോലെയാണോ? അതേപോലെ ഫസ്റ്റ് കേറുന്നേ 100 രൂപ, ഉള്ളി കേറുന്നേ ഒരാൾക്ക് 300 രൂപ. സിനിമ ഉണ്ടല്ലോ ജോക്കർ, അതിലെ പോലെ മൃഗങ്ങളൊക്കെ ഉണ്ടോ? മൃഗങ്ങളും ഒന്നുമില്ല. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, ഒന്ന് കറങ്ങും തരും. അതിന് 300 രൂപ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് എനിക്കില്ലേ മറ്റേ ജോക്കർ കാണണം. ഇവരെല്ലാം കൂടി അടിയാ ഗൈസ്. എല്ലാവർക്കും ഈ സെന്ററിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കാണണം. ഒരെണ്ണത്തിന് ജനലിൽ കൂടെ കണ്ടോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ, ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഞങ്ങള് ബസ്സാണെങ്കിൽ കാറാണെങ്കിൽ സൈഡ് സീറ്റിൽ പോയി ഈ ഒരു വ്യൂ കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ പിള്ളേർക്ക് ഈ ഫ്രണ്ട് വ്യൂ തന്നെ കാണണം. എല്ലാം കൂടി അങ്ങ് അടിയാ. എല്ലാം ഇവിടെ വന്ന് നിൽക്കാൻ അടിയാ. മുത്തമ്മ ഞാനില്ല. ഇതല്ലേ ഓ പാർക്കില്ല. രാത്രിയാണ് ലേറ്റ് എങ്കിലും ഗൈസ്. ഇപ്പൊ നമ്മള് സിനിമയ്ക്ക് പോവാ. ഇതാകുമ്പോ രാത്രി ലൈറ്റേലും അവൻ കണ്ടിട്ട് പോവാ. അതുകൊണ്ട് നമ്മളിപ്പോ തിരിച്ചു പോയി. പുലിയുള്ള അച്ഛനെ കയറി പറ്റൂ. നമുക്ക് അച്ഛനെ ഇഷ്ടപ്പെട്ട അച്ഛനെ അതുകൊണ്ട് അച്ഛനെ പോയി പറ്റൂ. നമ്മുടെ പുല്ലൂര് എന്തൊക്കെ സാധനമായിരുന്നു. ഓണം ഫെസ്റ്റ്, ഹാപ്പി നോറ, അതങ്ങല്ലേ. ഇത് പുല്ലൂരൊക്കെ അങ്ങ് വികസിച്ച് പുരോഗമിച്ചു. പുരോഗമിച്ച് അപ്ഗ്രേഡ് ചെയ്ത്. മലയാളം നമുക്ക് പറ്റും. പുരോഗമനം. അമ്മുന് സർക്കസ് വേണം, സിനിമ വേണം. അമ്മ പറയുന്നത് നമ്മള് കേക്കത്തോളൂ. അമ്മോ സർക്കസിന് പോണോ സിനിമയ്ക്ക് പോണോ? സിനിമയ്ക്ക് പോണോ സർക്കസിന് പോണോ? ഇപ്പം നമ്മൾ എപ്പോഴായാലും പോവും. ഒന്നീ ആദ്യം സിനിമ അല്ലെങ്കിൽ സർക്കസ്. ഏതാ കുഞ്ഞിന് വേണ്ടുന്നേ? ആദ്യം സർക്കസോ? അന്നേരം ഇപ്പൊ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അവിടെ. നൈറ്റ് ആകുമ്പോ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫോൺ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഫൈനലി അത് നമ്മൾ എവിടുന്ന് വാങ്ങിച്ചായിരുന്നു? ഹാപ്പി നോറയും ഞാൻ പറഞ്ഞിട്ട് ശരിയല്ല കേട്ടോ. അത് അപ്പുറത്ത് വെക്കാം. അതി വെച്ച പോത്തുള്ളൂ. ഇതല്ലയോ നമ്മള് ഹാപ്പി നോറയിൽ പോയി വാങ്ങിയതാണ്. ഫോണൊക്കെ സ്റ്റിക്ക് ചെയ്തിങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതവരുടെ അപ്പുറത്ത് വെച്ചത്. ഇതാണ് ആ സംഭവം കേട്ടോ ഗൈസ്. നമ്മള് ഹാപ്പി നോറയിൽ പോയി വാങ്ങിച്ചതാ. ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇല്ലല്ലോ, ഇത് ഒട്ടുന്നില്ല. ഞങ്ങള് വെയിറ്റിംഗ് ആണ്. മൂവി തുടങ്ങാൻ ഇനി 1 hour എടുക്കും. ഇതിന് ഇനി എത്ര? 1 hour. ഇപ്പൊ നമ്മൾ അങ്ങനെ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് സർക്കസ് കാണാൻ പോവാ ഫസ്റ്റ്, അതിനുശേഷം മൂവി. സർക്കസ് കൂടാരം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇതാ ഗൈസ് കണ്ടു. കൊള്ളാം കേട്ടോ. സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ നേരിട്ട് കണ്ടിരിക്കുക. ഞങ്ങൾ കൃത്യസമയത്താണ് വന്നത് കേട്ടോ. നമുക്കപ്പോൾ ഒരുമിച്ച് സർക്കസ് കാണാവേ. ഞാനിതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഫുൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ലെങ്ത് ആയി പോവും വീഡിയോ. അതുകൊണ്ടാണ്.
സർക്കസ് കണ്ടു, അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതാണ് കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. ഓ എന്തോ ഞാൻ കൊള്ളത്തില്ലാതെ വിചാരിച്ചു. കുഴപ്പമില്ല, എനിക്ക് വലിയ ഇതില്ല, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആയിരുന്നു, അടിപൊളി. പോലും സേഫ്റ്റി ആയിട്ട് അവരൊന്നും ചെയ്യാതാണ് അവരതിൽ എടുത്ത് ചാടുന്ന, ഊഞ്ഞാലാടുന്നൊക്കെ ഒരുപാട്. ജോക്കർ മൂവിയിലാണ് സർക്കസ് കണ്ടിട്ടുള്ളത് പണ്ട്. ഇപ്പം നേരിട്ട് അത് കാണാൻ സാധിച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാണാത്തവരൊക്കെ ഇപ്പൊ പുനലൂരുള്ളവരൊക്കെ പോയി കാണണം. ഇനി അത് മാർച്ച് 23 വരെ ഉള്ളൂ. എല്ലാരും പോയി കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഒറ്റ നെഗറ്റീവേ ഉള്ളൂ, അവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട്. പക്ഷെ സൂപ്പർ ആയിരുന്നു, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു. ഇനി ഞങ്ങളൊരു സിനിമയും കൂടി കണ്ടിട്ട് വീട്ടിലേക്ക് പോകും. ഏത് സിനിമയായിരുന്നു? സംഭവം ആദ്യം 1. ഒരു മൂവിയും കൂടി കാണാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കൊരു മൂവിയും കൂടി കണ്ടിട്ട് വീട്ടിലേക്ക് പോകാം. മൂവിയുടെ റിവ്യൂവും കൂടെ പറയാം കേട്ടോ. ഞങ്ങൾ കണ്ടിട്ട് വരട്ടെ. സർക്കസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എന്തുകൊണ്ടാ സൂപ്പർ എന്ന് പറഞ്ഞേ? നല്ല ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യൻ സർക്കസ് ആൻഡ് ചൈനീസ് സർക്കസ്. ഒരുപാട് നീഗ്രോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു, അടിപൊളി. അപ്പൊ സിനിമ കാണാനുള്ള ധൃതിയില 3 കൂടെ കേട്ടോ. ഒരു മനുഷ്യരില്ല, 2 ഫാമിലി മാത്രമേ വന്നിട്ടുള്ളൂ. മിനിമം 15 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഷോ ഉണ്ടാവുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വേറെ കുറച്ചുപേരും കൂടി വരണേ. സിനിമയെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. മൂവി എങ്ങനെ ഉണ്ടായിരുന്ന? അടിപൊളി സിനിമ ആയിരുന്നില്ല? സെക്കൻഡ് പാർട്ട് കാണാം കേട്ടോ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത് ശരവണ ഹോട്ടലിലാണ് കേട്ടോ. ഉച്ചയ്ക്കൊക്കെ നോൺ വെജ് ആയിരുന്നു. ഉച്ചയ്ക്ക് നോൺ വെജ് ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് വെജിറ്റേറിയൻ പിടിച്ചിരിക്കുക. അമ്മൂനൊക്കെ ഉറക്കം വന്നിട്ട് പോയി. ഹലോ, അമ്മൂസിനേക്കാളും വലിയൊരു ദോശയാണ്. അമ്മൂസിന് ദോശയും വേണ്ട, ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി. അപ്പോൾ ഗൈസ്, വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.